എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യുകയാണ്. പിറവി ദിവസമായ ഡിസംബർ 25 ലോകമെമ്പാടുമുള്ളവർ ക്രിസ്മസ് ആഘോഷത്തിലാണ്. അതായത് ഈ ക്രിസ്തുവിന്റെ കുർബാന എന്നറിയപ്പെടുന്ന ഈ ക്രിസ്റ്റസ് മാസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ ക്രിസ്മസ് എന്നൊരു വാക്ക് ഉടലെടുത്തിരിക്കുന്നത്. അപ്പോ ദൈവപുത്രന്റെ ആ ഒരു ജനനത്തിന് ശേഷം മത്തായിയുടെയും അതേപോലെ തന്നെ ലൂക്കയുടെയും സുവിശേഷങ്ങളിലൂടെയാണ് പിന്നീട് ഈ ഒരു ചരിത്ര സംഭവങ്ങൾ ബൈബിളിലൂടെയും മറ്റും ഈ പുറം ലോകത്തെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദൈവരക്ഷകൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ഈ ന്യൂസ് കേരളയ്ക്കൊപ്പം നമ്മൾ ഒരു ക്രിസ്മസ് ആഘോഷം ലൈവായിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ് അല്ലെ? അതെ. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര പ്രദേശമായിട്ടുള്ള, അതായത് ഒരു മനോഹരമായ പ്രദേശമായിട്ടുള്ള കൂരാച്ചുണ്ടിലാണ്. അപ്പൊ കൂരാച്ചുണ്ടിലെ സെന്റ് തോമസ് ഫെറോന പള്ളി, ആ ഫെറോന പള്ളിയുടെ ഭാഗമായി വരുന്ന സെന്റ് ജൂഡ് വാർഡിലെ കടിയങ്ങൽ സജീഷ് പോൾ ആൻഡ് ഗ്രീന സജീഷ് ഇവരുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് ഈ നമ്മുടെ ന്യൂസ് കേരളയ്ക്ക് വേണ്ടി നല്ലൊരു ഇവരുടെ പള്ളിക്ക് വേണ്ടിയുള്ള കരോളൊക്കെ നമുക്ക് വേണ്ടി ഇവര് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ക്രിസ്മസ് ആഘോഷം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. നമ്മൾ തുടങ്ങല്ലേ? ആദ്യമായിട്ട് നമ്മളൊരു കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മളിവിടെ കാണുന്നുണ്ട്. രണ്ട് സുന്ദരന്മാരായിട്ടുള്ള കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പന്മാര്. നമുക്കൊരു പേര്, എന്താ വാവയുടെ പേരെന്താ? അപ്പോ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാപ്പയുടെ വേഷം കിട്ടുമ്പോ നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട്. എത്രാമത്തെ പ്രാവശ്യം കെട്ടുന്ന വേഷം? ആദ്യത്തെ തവണയാണോ? ആദ്യ തവണയാ? ഓക്കെ. എന്താ പേര്? എയ്ഡൻ എത്രാമത്തെ പ്രാവശ്യം പാപ്പയുടെ വേഷം കിട്ടുന്നേ? അഞ്ചാമത്തെ പ്രാവശ്യമാണ്. 5 വയസ്സുള്ള അതെ. അപ്പോ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന പരിപാടിയാണ് അല്ലെ? എല്ലാവരും ആഘോഷിക്കുന്ന പരിപാടിയാണ്. അപ്പൊ നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് ഈ ഒരു ഈ കുരാച്ചുണ്ട് പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ക്രിസ്മസിന്റെ വൈബൊക്കെ കോഴിക്കോട് വരെ അടിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കുരാച്ചുണ്ട് മേഖലകൾ എന്ന് പറയുന്നത്. അതെ. ലൈറ്റ് ബഹളങ്ങൾ, പള്ളികളൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒക്കെ ഒരു ഈ ഒരു ക്രിസ്മസ് ഈ പ്രാവശ്യത്തെ പ്രത്യേകിച്ച് നമ്മൾ കൊറോണ വന്ന് കുറെ പ്രാവശ്യം 2 ക്രിസ്മസ് പോയി. അപ്പൊ ഈ ഒരു ക്രിസ്മസിന് എന്താണ് നിങ്ങളുടെ ഒരു വൈബ് എന്താണ്, അല്ലെ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഈ ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ എന്താണ്? സ്നേഹം, സൗഹൃദം, സന്തോഷം, സമാധാനം, എല്ലാ പ്രാവശ്യം പോലെ അത് തന്നെ, വേറെ ഒന്നുമില്ല. അത് തന്നെ വൈബ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ മൊത്തത്തിലൊരു ആഘോഷമാണ്. അപ്പൊ ഇതേപോലെ ദൈവപുത്രൻ പിറന്ന സമയത്ത്, രക്ഷകൻ പിറന്ന സമയത്ത് ഉള്ള ഒരു ആഘോഷമാണ്. ചെറുപ്പം മുതലേ നമ്മൾ ആഘോഷിക്കുന്നതാണ്. അപ്പൊ ഇനി മരണം വരെ ആഘോഷിക്കണം. അപ്പം ഇന്നിപ്പം ക്രിസ്മസ് ഇന്ന് 12 മണി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെയാണ്. ഇന്ന് അങ്ങോട്ട് പ്രാർത്ഥനകളാണ്. അപ്പൊ നാളെ എങ്ങനെയാണ് നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം? അത് പ്രേക്ഷകർക്ക് അറിയാൻ ഒരു വലിയ ആഗ്രഹം ഉണ്ടാവും. പലർക്കും ആ ക്രിസ്മസ് ആണെന്നൊക്കെ അറിയാം. നാളെ എങ്ങനെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ്? ആരാണ് പറയുന്നത്? ആര് വന്നല്ലേ? ചേച്ചി പറയും. 25 ദിവസം നോമ്പെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് 25 ദിവസം. അപ്പൊ നാളെ നമ്മളത് കഴിക്കുന്നുണ്ട് ഭക്ഷണം. പിന്നെ ഇത്രയും ദിവസം സഹനത്തിന്റെ ഒരു നാളുകളിലൂടെ കഴിഞ്ഞു പോയി. അതായത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയി. നാളെ നമുക്കത് കഴിക്കാൻ പറ്റും. പിന്നെ ഇന്ന് കരോൾ ആഘോഷിക്കുന്നതുകൊണ്ട് എല്ലാവരും വീടുകളിലൂടെ പോവുകയും മധുരം കഴിക്കുക ചെയ്യുന്നു. രാത്രിയില് പാതിരാ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു. അതൊക്കെയാണ് സന്തോഷം. 25 ദിവസം നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു. അപ്പൊ കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയട്ടെ 25 ദിവസം കൊണ്ട്. അപ്പോ പിന്നെ നാളെ ഇപ്പൊ എങ്ങനെയാണ് ഫുഡൊക്കെ? എന്താണ് നമ്മുടെ നോർമൽ എല്ലാ രീതിയിലുള്ള ഫുഡുകളും ഉണ്ടാവും? എല്ലാ രീതിയിലും ഉണ്ടാവും. ലക്ഷറി ഫുഡാണ് ശരിക്കും വരേണ്ടിരുന്നത്. അതെ. അല്ല അനാമിക, വേറെന്താ കാര്യം? അതെ, വേറെന്താ കാര്യം വെച്ചാല് ഞങ്ങൾ കേട്ടൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വീഞ്ഞാണ് മെയിൻ ആയിട്ടൊരു കാര്യമായിട്ട് കേട്ടത്. അപ്പൊ ഈ വീഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ്? ഞങ്ങൾക്ക് വീഞ്ഞുണ്ടോ? വീഞ്ഞ് എല്ലാരും കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. അല്പം
അതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം വീഞ്ഞില്ല, അതാണ് പറയുന്നത്. എന്റെ പേര് ബിൻജാസ്. എന്താ ചെയ്യുന്നേ? ഞാൻ കാനറ ബാങ്കിൽ വർക്ക് ചെയ്യും. കാനറ ബാങ്കിൽ വർക്ക് ചെയ്യും. അപ്പോ ഈ നമ്മുടെ ക്രിസ്മസ് എന്താ വെച്ചാൽ 10 ദിവസത്തെ അവധിയൊക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഒത്തുകൂടും. വിദേശത്തുള്ളവരും എല്ലാവരും വന്നിട്ട് ഒത്തുകൂടുന്നതാണ്. മാത്രമല്ല ഈ കൂരാച്ചുണ്ട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ ക്രിസ്മസ് കഴിഞ്ഞപാടാണ് പെരുന്നാൾ വരുന്നത്. അപ്പൊ ആ പെരുന്നാളിനോടും കൂടി അതും കൂടി കണക്കാക്കിയ ആളുകളൊക്കെ വരും. അപ്പൊ ഒരു എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാം. മാത്രമല്ല ജാതി മതഭേദമന്യേ എല്ലാ ആൾക്കാരും ഈ ഒരു പള്ളിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ആ ഒരു അനുഭവം കുറെ കാലമായിട്ട് കാണുന്നുണ്ടാവല്ലോ. എന്തോന്ന് ആ അനുഭവം എന്ന് പറയാൻ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ശരിക്കും ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നു. പാപ്പ നിൽക്കുന്ന ആളുടെ പേരെന്താ? പപ്പയുടെ പേരെന്താ? അബിൻ. അബിൻ. അബിൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു ചെറിയ പാർട്ട് ടൈം ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. അപ്പോ ദൈവിക പരിവേഷമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പാപ്പയുടെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എങ്ങനെ, എനിക്ക് ഇതിന്റെ ചരിത്രം അറിയില്ല, എങ്ങനെയാ പാപ്പ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വന്നത്? അറിയോ? പാപ്പയ്ക്ക് അറിയോ? ഇവിടുന്ന് ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പുറകുന്ന്. അയാൾ പോവല്ലേ? എന്താ സെയിന്റ് നിക്കോളസ് ആണ്. പിന്നെ നമ്മുടെ എന്താണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ സാന്റാ ക്ലോസ് ആയിട്ട് നമ്മള് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞില്ലേ അനാമിക? അങ്ങനെയാണ്. അതെ, സാന്റാക്ലോസ് ഒന്ന് കാണാം, ഒന്ന് കാണിക്കാം. ഓക്കെ. വളരെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോയി, അതായത് നമ്മൾ ഈ വീടുകളിലൊക്കെ കൂടെ ഒക്കെ പോകുമ്പോ നമ്മുടെ ബന്ധങ്ങൾ കൂടിയാണ് വലുത്, അല്ലേ അനാമിക? അങ്ങനെയല്ലേ? അതെ. അപ്പോ ബന്ധങ്ങൾ കൂടി വലുതാകാണ്. ഇപ്പം ഈ പള്ളിയിലെ ഈ സെന്റ് തോമസ് ഫെറോന പള്ളിയിലെ ആ ഒരു പെരുന്നാളും ക്രിസ്മസും ഒരുമിച്ച് വരുന്ന ഒരു അത്ഭുതം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മനോഹരമായ നിമിഷം, അതെങ്ങനെ കാണും? എങ്ങനെയാണ് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നത്? പറയൂ. നമ്മൾ 2 ചെലവ് ഒരുമിച്ച് ചെയ്യും. ഇല്ലെങ്കിൽ രണ്ട് ചെലവാ. 2 ചെലവാ. 2 ആഘോഷങ്ങൾ ഒരുമിച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒറ്റ ലീവ് എടുത്താൽ മതി, മറ്റേ വേറെ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അപ്പൊ ഇവര് പറഞ്ഞ പോലെ വീഞ്ഞൊക്കെ കഴിഞ്ഞോ അതോ വേറെ ഉണ്ടോ? വീഞ്ഞ് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ നാളെ ഇവര് പറയുന്നത് ഭയങ്കര ലക്ഷറി ഫുഡ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ ലക്ഷറി ഫുഡ്? എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ലക്ഷറി ഫുഡ് പറയാൻ മാത്രമൊന്നുമില്ല. രാവിലെ ഉച്ച എല്ലാ സംഗതികളും ഉച്ച നമ്മളേക്ക് നോട്ടൊന്നുമില്ല, വാരിടുക തിന്ന. അതാണ്. ഓക്കെ. വെറൈറ്റി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആരാളുള്ളത്? അമ്മച്ചിമാർ, എല്ലാവരും ചേച്ചിമാരൊക്കെ ഉണ്ട്. ആരാണ് നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാൾ? മുന്നോട്ട് വാ. ആരാ ചേച്ചി? ആരാ നന്നായിട്ട് പാചകം ചെയ്യുന്നത്? നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. പാചകം ചെയ്യില്ലേ? തീരെ പാചകം ചെയ്യില്ലേ? അടുക്കള കാണത്തെ അലർജിയാണ്. അടുക്കള കാണത്തെ അതെ. അനാമിക എങ്ങനെയാ? കപ്പയും ബീഫിൽ തുടങ്ങി, ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ബീഫ്, പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറ്, ബീഫ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, മട്ടൺ, ബീഫ് ഉലർത്തിയത്, കറി, അങ്ങനെ. അല്ല അനാമിയ, വേറെ കാര്യം അറിയോ? ഇത് കേൾക്കുമ്പോ നമ്മൾ നാളെ വന്നാ മതിയായിരുന്നു എനിക്കിപ്പോ തോന്നുന്നത്. രാത്രി ഓക്കെ. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ആഘോഷം എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിലുള്ള എല്ലാവരും എല്ലാം മൊത്തത്തിൽ ഏറ്റെടുത്തിട്ട് കരോളിന് എല്ലാവരും പോവാ, മൊത്തത്തിലൊരു ഗംഭീര വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ഇവിടെ വരുന്ന വഴിയിൽ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കണ്ടാൽ ഇതാണോ പള്ളി, ഓരോ വീടും എല്ലാം പള്ളി പോലെ അലങ്കരിച്ചിട്ടുണ്ട്. സത്യം. അതെ അതെ, മനോഹരമായി അലങ്കരിച്ച് ബ്യൂട്ടിഫുൾ ആയി. മാത്രമല്ല ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ള ഓരോ വീടുകൾക്കും. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സന്തോഷം കൂടുതലാണ് ഈ ഏരിയയിലോട്ട് തോന്നുന്നു. എല്ലാവരും മനോഹരമായിട്ട് ചിരിക്കുന്നു. എല്ലാവരോടും കാണുമ്പോൾ ഒരു കുഴപ്പമില്ലാതെയാണ് നിങ്ങൾ പെരുമാറുന്നത്. ജോബി എന്താ ചെയ്യുന്നത്? കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതുപോലെ കൃഷിക്കാരെന്ന് പറയാൻ കുറവാട്ടോ, കൃഷിക്കാർ ഇല്ലാണ്ടായി തുടങ്ങാണ്. അതെ അതെ അതെ, അതൊരു സത്യമാണ്. മാത്രമല്ല ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കുടിയേറി വന്ന ആളുകളുടെ ഒരു പിന്മുറ ഈ കൂരാച്ചുണ്ട് ഈ മേഖലകളിലൊക്കെ നന്നായിട്ട് ഉണ്ട്. അവരൊക്കെ നല്ല നല്ല അസാധ്യ കർഷകരാണ്. അവരാണ് ഈ നട്ടലായിട്ട് കൃഷിയെ താങ്ങി നിർത്തിയിരുന്നത് ഒരു കാലം വരെ. ഇപ്പോഴും അത് തുടരുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പം എന്താണ് മെയിൻ ആയിട്ടുള്ള കൃഷി കാര്യങ്ങൾ? കൃഷി റബ്ബറും തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട്. ഇവിടെ ഈ നമ്മള് ക്രിസ്മസ് വൈബ് പറയുന്ന സമയത്ത് പോലും നമ്മൾ ഈ വന്യമൃഗ ശല്യം ഇവിടെ ഉണ്ടോ? എന്താണ്? ഇവിടെ ഇപ്പം വന്യമൃഗ ശല്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. എന്താണ്? പന്നിയുണ്ട്. പന്നി ഇഷ്ടം പോലെ ഉണ്ട്. മുള്ളം പന്നിയുണ്ട്.
പിന്നെ അത്യാവശ്യം കുറച്ചപ്പുറത്തോട്ടൊക്കെ ആനയുണ്ട്. ആനയുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഒരു അധികൃതർ വേണ്ടത്ര രീതിയിൽ പരിഹാരം കാണുന്നുണ്ടോ? കാണുന്നില്ല. എത്താനായി പ്രതിഷേധമുണ്ട്. അതാണ് ആ ഒരു പ്രതിഷേധം. ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പം പള്ളിയിൽ പ്രത്യേക ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. രാത്രി അപ്പൊ എന്താ മോളുടെ പേര്? ഇങ്ങോട്ട് എന്റെ പേര് ശില്പ. ഞാൻ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ആണ്. ഒരു പാട്ട് എന്തായാലും ഇവിടെ നമ്മളെല്ലാവരും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പാട്ട് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചെറിയ പാട്ട്. ഡാൻസുകാരുണ്ട്. നമുക്ക് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാം. ഓക്കെ. ഇന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാലും അരികെ ഞാൻ കാവലായി ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ പൂമഴ നെറുകിൽ നേർത്ത ചിരിയായുള്ള തെളിയും നാളിതാ എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാലും അരികെ ഞാൻ കാവലായി. ശ്വാസം പിടിച്ചു വെച്ചിട്ട് പാടി നിർത്താം. എന്തായാലും കൈയടി. ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ പുറകിൽ നിന്നിട്ട് അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്നുള്ള ഭാഗത്ത് നിൽക്കാതെ കണ്ടോ. അവരൊക്കെ ഞങ്ങളൊന്നും അറിയില്ല എന്നുള്ള നിൽക്കുക. അതെ. അപ്പൊ അപ്പൊ എന്താണ് നമ്മളെല്ലാവരും ഇല്ല അനാമിക നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ക്രിസ്മസ് നമ്മൾ എന്തായാലും എല്ലാവരും ഒരുമിച്ച് കിട്ടിയതാണ്. എല്ലാവരും നമ്മളെ എനർജി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ്. ഇത്രയും പേരെ കൂടെ കിട്ടിയിട്ട് നമ്മൾ വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചില്ല. തീർച്ചയായും. അപ്പൊ നമ്മൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ പോവാണ്. എല്ലാവരും ഈ സെന്റ് ജൂഡ് വാർഡിലെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഞങ്ങള് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഡാൻസ് ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് കേരളയുടെ ഭാഗം നന്ദി പറയാണ്. എല്ലാ ആളുകൾക്കും ഒരു നന്ദി വാക്കിലൊന്നും ഒതുക്കാൻ പറ്റില്ല. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഒരു ചെറിയ കേക്ക് ഇവിടെ ഉണ്ട്. ആ ഒരു കേക്ക് നമ്മൾ ഇവിടുത്തെ എന്താണ് അനാമിക ഇവിടുത്തെ ഒരു കേക്ക് ഉണ്ട്. അപ്പൊ ചെറിയ കഷ്ണം കേക്ക് ഇവിടെയുള്ള ഗൃഹനാഥയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യാം. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കേ.